ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തണ്ട് കീഴിലേക്ക് പോവാം. കിഴി യുദ്ധം ഇനി ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഓക്കെടാ. ടൈല് ഹെഡ് അപ്പൊ കോംപ്രമൈസ് ഉണ്ട്. എന്താ ടോസ് കിട്ടിയില്ലെങ്കിൽ തന്നെ കഴിഞ്ഞു. ആണോ? ഇന്നലെ നീ അല്ല ജയിച്ചത്? ഇന്നലെയോ? അല്ല, അതല്ല, ഇന്നലെ നീ അല്ല ജയിച്ചത്. ടോസ് ആര് കിട്ടി? എനിക്കല്ലേ ആണെന്ന് തോന്നുന്നു. ആണോ? ആ ശരിയല്ലേ. ഫസ്റ്റ് കിഴി. ഓക്കെ. സീക്രട്ട് ഹോം സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് 5 മണിക്കെത്തും. ഓക്കെ. അഭയകുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വളരെ പ്രതീക്ഷയുള്ള ഒരു ത്രില്ലർ സിനിമ. ഓക്കെ. 5 മണിക്ക് സംഭവത്തിന്റെ ഏതൊക്കെയാണ് അതും ഒരു ട്രൂ സ്റ്റോറി അല്ലേ? സീക്രട്ട് ഹോം ആണ്. അടുത്തത് ക്രൂ. തബു, കരീന കപൂർ, പിന്നെ കൃതി സെൻ, 3 പേര് ഒരുമിക്കുന്ന സിനിമയാണ്. മാർച്ച് 29-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ കുറച്ച് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, കാണാം. ക്യാബിൻ ക്രൂ എന്നൊക്കെ പറയില്ലേ, ആ ക്രൂ ആണെന്ന് തോന്നുന്നു. യെസ്. ഓക്കെ. അടുത്ത കിഴി തങ്കമണി. റിയൽ ഇൻസിഡന്റ് വീണ്ടും. ഓക്കെ. തങ്കമണി സിനിമയുടെ ഓഡിയോ ലോഞ്ച് 26-ാം തീയതി, അതായത് തിങ്കളാഴ്ച ഈവനിങ് 6:30 ക്രൗൺ പ്ലാസ, കൊച്ചി. സംഭവബഹുലമായ പരിപാടി തന്നെയായിരിക്കും അല്ലേ? രതീഷ് രഘുനന്ദനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതായത് ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന ആളുടെ അടുത്ത സിനിമയാണ്. പിന്നെ മറ്റൊന്നുമില്ല കേട്ടോ, ഇതിന്റെ ടീസർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ കളർ ടോണിന് ഭയങ്കര മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. അതിന്റെ കളർ ടോണിൽ സുഖം ഉണ്ടായിരുന്നില്ല. അതിന് മാറ്റം ഉണ്ടാവും. പുതിയൊരു കളർ ടോണിലായിരിക്കും ഇനി വരിക എന്നുള്ളതാണ്. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെ കാണിക്കുമോ? പഴയ സംഭവം പറയാൻ പറ്റില്ലേ. അതിലേക്ക് പോകും, അതിനുശേഷം കളറിലേക്ക് വരുമായിരിക്കും. അത് എല്ലാ മിക്ക സിനിമകളും ഉണ്ടായിട്ടുള്ളതാണല്ലോ. അടുത്തത് രായൻ. സിനിമയിലേക്ക് ഓൺ ബോർഡ് നമ്മുടെ പ്രകാശ് രാജ്. പേര് പറയാനൊക്കെ ഇച്ചിരി സമയം എടുക്കും. മറവി കുറച്ച് കൂടുതലുള്ളതാണ്. മറവിയൊക്കെ നല്ലതാ. അതെന്തറിയോ, കിട്ടുന്നില്ല അവിടുന്ന് ഇവിടുന്നൊക്കെ. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ റിവ്യൂവിന് ശേഷം, അല്ല മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷം എല്ലാ യൂട്യൂബേഴ്സിനും നല്ല ടൈം എന്ന് പറഞ്ഞാൽ നല്ല ടൈമാണ്. നെഗറ്റീവ് പറഞ്ഞവർക്കും പോസിറ്റീവ് പറഞ്ഞവർക്കും ഒക്കെ ഇതിനും ഒരേ വൈബാ. സത്യം പറഞ്ഞാലും നുണ പറഞ്ഞാലും അടി കിട്ടുക പറയില്ല, ആ അവസ്ഥയായി പോയി. അല്ല അത് നന്നായി, കാരണം കുറച്ച് കൊമ്പ് കൂടുതലുണ്ട് റിവ്യൂവേഴ്സ്. പിന്നെ സിനിമയുടെ എല്ലാം തീരുമാനിക്കുന്ന റിവ്യൂവേഴ്സ് ആണെന്നുള്ളൊരു അഹങ്കാരം ചിലർക്കുണ്ട്. ചില ചേറ്റകൾക്ക് ഒരാൾ ഒരു റെഡ് ടീഷർട്ടൊക്കെ ഇട്ട് ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ എന്നെ നോക്കി ഇരിക്കുന്നുണ്ട്. ആ ആളാണ് അതിന്റെ ആള്. ഏതിന്റെ ആള്? അഹങ്കാരത്തിന്റെ ആള്. അറിയാം, ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. ഓക്കെ. അടുത്ത ആള് കടകൻ. അടുത്ത ആള് തന്നെ ഇവിടെ സജിൽ മമ്പാട് ഒരുക്കുന്ന സിനിമ കേട്ടോ. ഇവിടെ നാട്ടുകാരനാണ്, മമ്പാട്ടുകാരനാണ്. മമ്പാട് നടക്കുന്ന ഒരു കഥ തന്നെയാണ് കേട്ടോ സിനിമ. കടകൻ സിനിമയുടെ ടൈറ്റിൽ റാപ്പ് സോങ് ഇന്ന് 3 മണിക്ക് വരും. ഓക്കെ. മാർച്ച് 1-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. പ്രശ്നങ്ങളൊക്കെ തീർന്നോ? തിയേറ്റർ തുറന്നു കൊടുക്കുമോ? അത് അപ്ലൈയൊക്കെ തീരുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഇതൊക്കെ റിലീസ് ചെയ്തില്ലേ, അതേപോലെ നമ്മുടെ മാറ്റിയോ? അങ്ങനെയല്ലേ മാറ്റിയോ? അതായത് സാധാരണ ഒരു പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പറഞ്ഞ അങ്ങനെ അറിയാം. 22-ന് വ്യാഴാഴ്ച തിയേറ്റർ മൊത്തം അടച്ചു ക്ലോസ് ചെയ്യുന്ന പറഞ്ഞായിരുന്നു. അത് മഞ്ഞുമൽ ബോയ്സ് നല്ല അഭിപ്രായമുള്ള, അതായത് സിനിമ വിജയിക്കും എന്നുള്ളത് ആദ്യമേ തോന്നിയിട്ടായിരിക്കും, വിധിയുള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമ 22-നാണെന്ന് പറഞ്ഞപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റി, ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് 23-ലേക്ക്. അത് കൊള്ളാം. അപ്പം എത്ര ദിവസം ഗ്യാപ്പ് ഉണ്ടാകും, ഗ്യാപ്പിലിട്ട് ഓടിക്കുകയും ചെയ്യാമല്ലോ. കൊള്ളാം. നൈസ് മൂവ്. അടുത്തത് മൊത്തം അതിന്റെ പരിപാടിക്കാരാണ്. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. സിനിമയുടെ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും റിയാക്ഷൻ ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ്. എന്തായാലും സുബീഷ് സുബിയും ഷെല്ലിയും അഭിനയിക്കുന്ന സിനിമയാണ്. ഗൗരികൃഷ്ണനും ഉണ്ട്. TV രഞ്ജിത്താണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. സിനിമേന്റെ ട്രെയിലർ കണ്ടിട്ട് അതെ, നല്ലൊരു കൺസെപ്റ്റ് തന്നെ അല്ലേ. ഒരു ചെറിയ സിനിമയാണ്, എന്നാൽ നല്ല ഒരു വലിയ കൺസെപ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പുരുഷ വന്ധീകരണം.
കൊള്ളാം. ഇതുവരെ പറയാത്തൊരു കഥ. സത്യം, ഇതുവരെ അങ്ങനത്തെ ഒരു സാധനം ഇതുവരെ കേട്ടിട്ടില്ല അല്ലേ. അത് നൈസായിട്ടുണ്ട്. ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാ തോന്നുന്നു അല്ലേ. ട്രെയിലർ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സിനിമ ഇനി എങ്ങനെയായിരിക്കും എന്നറിയാം. വലിച്ചു നീട്ടി തുമ്പില്ലാണ്ടാക്കാതിരുന്നാ മതി. ചെറിയതാണെങ്കിലും അത് എങ്ങനെ ടിപ്പായിട്ട് പറഞ്ഞാൽ മതി. സൂപ്പർ ആയിരിക്കും. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, ടർബോ. പവർ കൂടിയോ? ഒരു പവറും ഇല്ല. ടർബോ സിനിമയുടെ സെക്കൻഡ് ലുക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മറ്റൊരു വേർഷൻ അതിന് ശേഷം അതായിരുന്നു കേട്ടോ കിടു. അത് ഒരു 1.5 സാധനം. 3 പേര് ഇരിക്കുന്നതിനേക്കാളും ഗംഭീരമായത് മറ്റതാണ്. ഒരു ടീം. അതിനകത്താണെങ്കിൽ മമ്മൂട്ടിനെ തിരിച്ചറിയൂല. അത് ഒരു മനഃപൂർവ്വം ചെയ്താലേ. ഏത് അത് ആദ്യം ഇങ്ങനെ വിട്ടു. നമ്മളിപ്പോ അപ്പുറത്തും ഓരോരുത്തര്, അതായത് ഇവർ 2 പേരെ മമ്മൂക്ക, അതായത് ജോസ് തൊട്ടുള്ളൂ എന്നാണ് കരുതുക. എന്നാൽ അതൊക്കും മേലെ ഒരു വലിയ ടീം തന്നെ ഒരു ടീം. അതിനകത്ത് വേറെ സംഭവം എന്താ അറിയോ, ഇവരെല്ലാവരെയും ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ പ്രായം. അത് ശരിയാണ്. അതിനകത്ത് ഇപ്പൊ ഏജ് കുറച്ചെന്ന് പറയാനുള്ള എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡ് എൻഡിലിരിക്കുന്ന ആൾക്കും ആ മമ്മൂക്കേന്റെ അവർക്കൊക്കെ ഏകദേശം ഒരേ പ്രായമുള്ള പോലെ മാത്രം. ബാക്കിയൊക്കെ സെയിം. എന്തായാലും നല്ലോണം കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അല്ല, കിട്ടിയവർ അവർ, കൊടുത്തവൻ ആള്. കൊള്ളാം. ഓക്കെ, അടുത്ത കിഴി. ഇതായിരുന്നു നല്ലല്ലേ. ഇത് മാത്രം പുറത്തുണ്ടായിരുന്നു. അല്ല, 5 കിട്ടിയതുകൊണ്ട് എന്തായാലും ഫസ്റ്റ് ലുക്ക് മാസിൽ വന്നു. ഇപ്പൊ അത് കോമഡി. ഭ്രമയുഗം, ദ ഏജ് ഓഫ് മാഡ്നസ്. ഓക്കെടാ. സിനിമയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാവും എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂലൊക്കെ അവരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്താ, അതിനെക്കുറിച്ചൊരു പ്ലാനിങ് ഇതുവരെ ഇല്ല എന്നാണ് രാഹുൽ സദാശിവൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മേ ബി പിന്നീട് ചിന്തിച്ചേക്കാം. ഇപ്പൊ എന്തായാലും അതിനൊരു പ്ലാൻ ഇല്ല എന്നാണ് കേൾക്കുന്നത്. സീക്വലുള്ള ഒരു സംഭവം ഇട്ട് വെച്ചേന്നുള്ളൂ. ഫ്യൂച്ചറിൽ സംഭവിച്ചേക്കാം എന്നാണ് പറഞ്ഞത്, അല്ലാതെ അതിന് പ്ലാൻ ഇല്ല കൺഫേം ചെയ്തു. എന്തായാലും പ്രതീക്ഷിക്കണ്ട. എന്തായാലും 8 ദിവസത്തെ കളക്ഷനും വന്നിട്ടുണ്ട്. 42.5 CR. അപ്പൊ 50 കോടിയിലേക്ക്. ഓക്കെ, അടുത്ത കീഴ്. എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ എന്ന് വരും എന്നുള്ളതാണ് മച്ചാന്റെ ഒരു ഊഹം. എന്റെ ഊഹം ഇഷ്ടം പോലെ അയച്ചു തരുന്നുണ്ട്. മെയ് 21 വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ. പിന്നെ അല്ലാണ്ട് മെയ് 21 നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ. അന്ന് അതും ലാലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ സിനിമ. പിന്നെ അതിന്റെ എന്തായാലും ഒരു അപ്ഡേഷൻ വരുമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പൊ പറഞ്ഞു വരുന്നത് ടീസർ വരുന്നുള്ളതാണ്. ഇച്ചിരി കട്ടിയായോ എന്ന് എനിക്ക് സംശയമുണ്ട്. വന്നേക്കാം, അറിയില്ല. എന്തായാലും ഇതിന് കുറെ പോസ്റ്റേഴ്സ് ഒക്കെ ഇട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇത് ഒഫീഷ്യലാണോ, ലൈക്ക പ്രൊഡക്ഷന്റെ ഒക്കെ എംബ്ലം വെച്ചിട്ടുണ്ട്. ഇത് പക്ക ഫാൻമാനാണ് ആ വർക്ക്. മെയ് ഇനിയും കിടക്കുന്ന 2 മാസം. അതെ, ഇത് ഇന്നലത്തെ കീഴിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. മിനിഞ്ഞാന്ന് അതിന് മുൻപറ്റേ വന്നിട്ടുണ്ട്, അയച്ചു തരുന്നുണ്ട്. അപ്പൊ ഇന്നലെ അതിന് മെസ്സേജ് വന്നിട്ടുണ്ട്, എന്താ നിങ്ങൾ അത് ഉൾപ്പെടുത്താത്തത്, വീണ്ടും നമ്മളെ മമ്മൂട്ടി ഫാൻസ് ആക്കി മാറ്റി, അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. അടുത്തത് മഞ്ഞുമൽ ബോയ്സ്. വാടാ മോനെ. സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ വേൾഡ് വൈഡ് 15 CR അടുത്തെത്തി എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതിന്റെ ഉള്ളിലായിട്ട് 15 CR വന്നിട്ടില്ല. 3.35 CR കേരളത്തിൽ നിന്ന് മാത്രം ഗ്രോസ്. വേൾഡ് വൈഡ് 6.81 CR. ഭീകരം. സെക്കൻഡ് ഏകദേശം കറക്റ്റ് തന്നെ ആയിരിക്കും വരുമ്പോ. എന്തായാലും ഇത് ഇടുന്ന സമയത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് അഭിപ്രായം നേരെ മുകളിലേക്കല്ലാതെ താഴേക്ക് പോയിട്ടില്ലല്ലോ. 2 തെണ്ടി യൂട്യൂബേഴ്സ് മാത്രം നെഗറ്റീവ് പറഞ്ഞു നിർത്തിയിട്ട് അല്ലേ. അല്ല, ഒരു ചുക്കും സംഭവിക്കാതെ. അതാണ് ഒരു സിനിമ. അത് നമ്മൾ പറഞ്ഞു എഴുതിയിട്ട് എന്ത് തേങ്ങയാണ് മലയാള സിനിമയ്ക്ക്. നമുക്കല്ലേ നമുക്ക് കിട്ടി. നമ്മള് പറഞ്ഞത് നമുക്ക് കിട്ടാനുണ്ട്. നമ്മൾ ചോദിച്ചു മേടിക്കുന്നു, അത്രേ ഉള്ളൂ. 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. അതെ, അല്ലേ, നിങ്ങൾക്ക് ഇത്ര കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അവിടെ വന്ന് കരയുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ എന്താ അതിൽ പറഞ്ഞത്, ഇനിയും തന്നോളൂ എന്നല്ലേ പറഞ്ഞത്. അത് എന്താന്നറിയാം, ഇത് ഫുള്ള് കേൾക്കാണ്ട് അല്ലെങ്കിൽ ഫുള്ള് കാണാണ്ട് എന്നിട്ട് തുടങ്ങുമ്പോഴേ അന്ന ഇവന്മാർക്കിട്ട് 2 പറയാന്ന് എഴുതി വന്ന് പറയുന്ന ആൾക്കാരായിട്ട് നമുക്ക് തോന്നുന്നു. അതായത് ഞങ്ങള് പറഞ്ഞത് എന്താ, കമന്റ്സ് നെഗറ്റീവായിട്ട് നമ്മൾ ചീത്ത വിളിക്കണമെങ്കിൽ ചീത്ത വിളിക്കണം, അതാണ് നമ്മളെ ആഗ്രഹം, നമുക്ക് അതന്നെ ഇഷ്ടം. അല്ല ഇനിയിപ്പോ ഇവര് പറയും ഇവര് ഈ നെഗറ്റീവ് കമന്റ് കിട്ടാൻ വേണ്ടി നെഗറ്റീവ് പറഞ്ഞതാണ്, അതുമല്ല കേട്ടോ. അങ്ങനെയും പറയണ്ട. ഇതിനകത്ത് എന്താണെന്നറിയോ, ഒരു കമന്റ് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടു വായിച്ചിട്ടുണ്ടായിരുന്നു. സിനിമക്കാരെ വിമർശിക്കുന്നത് പോലെ തന്നെ
യൂട്യൂബേഴ്സിനെ വിമർശിക്കണം, അതെ അത് വിമർശിക്കാം. നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത് നമ്മുടെ അഭിപ്രായമാണെങ്കിൽ പോലും നിങ്ങൾക്കും പറയാം, അതെ നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല അതിന് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയല, നമ്മളങ്ങനെ പറയല്ല. ധൈര്യമായിട്ട് കേട്ടോ. ഇതാണ് അതിന്റെ രസം. യെസ്, നമ്മൾ വന്നിരിക്കുന്നത് തന്നെ അതിനാണ്, നമ്മുടെ കൺസെപ്റ്റ് തന്നെ അതാ. ഒരു വൈബ് കണ്ടേ. നമ്മുടെ മുമ്പിൽ ഒരു ടീം, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു, നമ്മളിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാണ്, അടി കൂടും, തല്ല് കൂടും, കിട്ടേണ്ടതൊക്കെ കിട്ടും ഞങ്ങൾക്ക്. ഭ്രാന്താണ്. ഇപ്പൊ വരാൻ പോണ അവനെന്താ അറിയോ, അത് ഞങ്ങൾക്കറിയാം നിനക്ക് ഭ്രാന്താന്നുള്ളത്. അല്ല സാധാരണ അതായത് ശരിക്കും കുറച്ച് കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്തു റിവ്യൂസ് വന്നു. ഇതാണ് തിരിച്ചു വന്ന ഒരു സാധനം അല്ലേ. തല്ലുമാലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. തല്ലുമാല ഞങ്ങള് മുക്കിയതല്ല കേട്ടോ, അതിൻ്റെതായ കാരണം ഞങ്ങൾ അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പൊ വരുന്ന കമന്റുകൾ എന്താ പറയാ, ഞങ്ങള് മുക്കിന്ന് പറഞ്ഞിട്ടാ. അതെ, അത് ഇപ്പോഴും ഉണ്ട്, പ്രൈവറ്റ് ആക്കിയിട്ടുള്ളൂ. അത് അതായത് അതിന് വേണ്ടിയിട്ട് ചിലർ നമ്മളെ ബന്ധപ്പെട്ടു, അതിനുശേഷം നമ്മളെ ചെയ്തു കൊടുത്തതാണ്. ഓക്കെ, അടുത്ത കിഴി തോന്നോട്ടെ. തരാടാ തരാ. നീ എന്ത് തരാ? ആടുജീവിതം. ഇപ്പൊ ആർക്കാടാ പവറ്? പറയടാ, പറ, അപ്ഡേറ്റ്സ് പറയടേ. സമ്മതിക്കൂല കേട്ടോ. സമ്മതിക്കാതിരിക്കണല്ലോ, എന്നിട്ട് സമ്മതിക്കാണ്ടിരിക്കണം. ആടുജീവിതം സിനിമയുടെ ഗ്രാൻഡ് ഓഡിയോ ലോഞ്ച് മാർച്ച് 10 നടക്കും എന്നുള്ളതാണ്. സൂചനകൾ മാത്രമാണ്. എന്തായാലും മാർച്ച് 28 സിനിമ റിലീസിനെത്തുന്നത്. ഒരു 1.5 സംഭവം തന്നെയായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇനി നമ്മൾ കാത്തിരിക്കുന്ന അല്ലേ അടാറൈറ്റം. എന്താ വിഷമം, മിണ്ടുന്നില്ലല്ലോ. നീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അടുത്തത് അടുത്തത് ബ്ലൂ സ്റ്റാർ. ഞാൻ തോറ്റിരിക്കുമ്പോ ഞാൻ എന്തിനു കൂടെ നീ പറഞ്ഞ ശരിയാ. ബ്ലൂ സ്റ്റാർ, ബ്ലൂ ആണ് സ്റ്റാർ ആവുന്നത് ഇവിടെ. റെഡ് സ്റ്റാർ നട്ടാ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഞാൻ ഏതായിരുന്നു കളർ ഇട്ടെ? ഇന്നലെ ആരും ഞാൻ ബ്ലൂ ആയിരുന്നു. അപ്പോൾ ഇന്നലെ വരേണ്ട കിഴിയായിരുന്നു. അതന്നെ, ഇന്നലെ വരേണ്ട കിഴിയായിരുന്നു. എന്തായാലും അശോക് ശെൽവനും പിന്നെ സന്ദനും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ്. സിനിമേന്റെ OTT വരുന്നു ഫെബ്രുവരി 29. ടെന്റ് കൊട്ട ഏതോ തമിഴ് OTT പ്ലാറ്റ്ഫോം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ടെന്റ് കൊട്ട എന്നൊക്കെ പറഞ്ഞു വരുന്നത് അവർ തന്നെ ആയിരിക്കണം. പുതിയ പ്ലാറ്റ്ഫോം ആണോ അതോ നമുക്ക് അറിഞ്ഞൂട്ടോ. യെസ്, എന്താണെങ്കിലും സിനിമ വരുന്നുണ്ട് 29-ാം തീയതി. അപ്പോൾ എന്തായാലും കീഴ് എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ. നാണം ഉണ്ടോ? നാണം എടാ, നിനക്ക് നാണം ഉണ്ടോടാ? നിനക്ക് അന്തസ്സുണ്ടോ? ഞാനേ